ഏലപ്പട്ടയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കെട്ടിടങ്ങൾ ഏലകൃഷി ആവശ്യത്തിന് മാത്രമായിരിക്കണമെന്നും ടൂറിസം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ നടപടി വേണമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ബിനിൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ബിനിൽ, ഈ പട്ടയഭൂമിയുമായി ബന്ധപ്പെട്ട് കോടതി വളരെ കർശനമായിട്ടുള്ള നടപടികളൊക്കെയും സ്വീകരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ കോടതിയുടെ ഉത്തരവ് എന്താണ്? ഇടുക്കിയിൽ ഏലകൃഷിക്ക് മാത്രമായി അനുവദിച്ചിട്ടുള്ള ഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കരുത് എന്നതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജില്ലയിൽ എവിടെയെങ്കിലും അത്തരത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഉടനടി കണ്ടെത്തി തുടർ നടപടി എടുക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടിന് വേണ്ടി തഹസിൽദാർമാരെ ചുമതലപ്പെടുത്തുകയും അവർ ജില്ലയിലെ മുഴുവൻ ഭൂമിയിലും പരിശോധന നടത്താനുമാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ മകയിരം പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട വിവാദ NOC വിഷയമാണ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. ആ മകയിരം പ്ലാന്റേഷനിൽ ഏല ഭൂമിയാണ്. ആ ഭൂമിയിൽ റിസോർട്ട് പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തുകയും അത് അടച്ചുപൂട്ടാനായിട്ടുള്ള ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അവിടെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് ഏതെങ്കിലും തരത്തിൽ ഈ ഏല ഭൂമിയിൽ കെട്ടിടങ്ങൾ വെച്ച് അത് ടൂറിസം അടക്കമുള്ള മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ടോ എന്നത് കണ്ടെത്താൻ ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ പ്ലാന്റേഷൻ ടൂറിസം എന്ന നിലയിൽ ഇത്തരത്തിൽ ഏലഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ട് എന്നതാണ് കോടതിയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന വിഷയം. അങ്ങനെ ഏതെങ്കിലും പ്ലാന്റേഷനുകൾ ടൂറിസം ആക്ടിവിറ്റികൾക്കായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കടിഞ്ഞാണിടാൻ പോവുകയാണ് കോടതി. അതുകൊണ്ടാണ് കൃത്യമായ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മകയിരം പ്ലാന്റേഷന്റെ വിവാദ NOC വിഷയത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജിനെതിരെ അന്വേഷണമില്ല എന്നതുകൂടി ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവോടുകൂടി വ്യക്തമാകുകയാണ്.